നമസ്കാരം. കേരളത്തിൽ ചരിത്ര വിജയത്തോടെ UDF സർക്കാരും മുഖ്യമന്ത്രിയായി VD സതീശനും അധികാരത്തിലേറിയിട്ട് കേവലം 3 മാസങ്ങൾ മാത്രം പിന്നിടുന്നതേയുള്ളൂ. എന്നാൽ 10 വർഷത്തെ ഭരണത്തിന് ശേഷം ജനങ്ങൾ പാടെ തള്ളിപ്പറഞ്ഞ് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലേക്ക് ഒതുക്കി നിർത്തിയിട്ടും അധികാരം നഷ്ടപ്പെട്ടതിന്റെ കടുത്ത വിഷമവും അത്യാഗ്രഹവും മാറാത്ത CPM നേതാക്കൾ ദിവസവും ഓരോ വ്യാജ ആരോപണങ്ങളും ഒക്കെയായി ഇറങ്ങി സ്വയം പരിഹാസ്യരാകുന്ന കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായിരുന്നു മെറ്റ സമൂഹ മാധ്യമ വാർത്തകളും കാർഡുകളും ഒക്കെ നീക്കം ചെയ്ത സംഭവത്തിൽ സർക്കാരിനും മുഖ്യമന്ത്രി VD സതീശനുമെതിരെ CPM നടത്തിയ വില കുറഞ്ഞ ആരോപണങ്ങൾ. റിപ്പോർട്ടർ TV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തുള്ള പിണറായി വിജയൻ, മുഹമ്മദ് റിയാസ്, P രാജീവ് തുടങ്ങിയ നേതാക്കളുടെയൊക്കെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ മെറ്റ നീക്കം ചെയ്തപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ചെയ്യിച്ചതാണെന്നും സംസ്ഥാനത്ത് സോഷ്യൽ മീഡിയ അടിയന്തരാവസ്ഥയാണെന്നും ഒക്കെ പറഞ്ഞ് സഖാക്കൾ വൻ മാധ്യമ ചർച്ചകളും വലിയ രാഷ്ട്രീയ ആരോപണങ്ങളും ഒക്കെയാണ് ഇറക്കിയത്. മോദിയുടെ പാത പിന്തുടരുകയാണ് സതീശൻ എന്നുവരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിമറിച്ചു. എന്നാൽ CPMന്റെ ഈ വ്യാജ ആരോപണങ്ങളുടെയും ഗൂഢാലോചനകളുടെയും മുനെ ഒടിച്ചുകൊണ്ട് വിഷയം പരിശോധിക്കാൻ DGP തലത്തിൽ കേരള സൈബർ പോലീസ് നേരിട്ട് മെറ്റയ്ക്ക് ഔദ്യോഗികമായി കത്തയച്ചിരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം പോസ്റ്റുകൾ നീക്കം ചെയ്യപ്പെട്ടതെന്നും വിദ്വേഷ റിപ്പോർട്ടിംഗ് നടത്തുന്ന സംഘടിത ഗ്രൂപ്പുകളുടെ നീക്കമാണോ ഇതിന് പിന്നിലെന്നും വ്യക്തമാക്കാൻ പോലീസിന്റെ സൈബർ വിഭാഗം മെറ്റയോട് ആവശ്യപ്പെട്ടതോടെ CPMന്റെ വാദങ്ങളെല്ലാം പൂർണ്ണമായും തകർന്നു വീണിരിക്കുകയാണ്. മാധ്യമ വാർത്തകൾ തടയാൻ തങ്ങളോ സർക്കാരോ ഒരു ഘട്ടത്തിലും ഇടപെട്ടിട്ടില്ലെന്നും ഏതെങ്കിലും മാധ്യമത്തിന് പോസ്റ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊപ്പം നിയമപരമായി നിലകൊള്ളാൻ സർക്കാർ തയ്യാറാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ വാഗ്ദാനവും നൽകിയിരുന്നു. ആ വാക്കിന്റെ തുടർച്ചയായാണ് ഈ ഒരു പോലീസ് നടപടി. സർക്കാരിനെതിരെയുള്ള പോസ്റ്റുകൾ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ സ്വന്തം ഇൻസ്റ്റഗ്രാം പേജിലെ പോസ്റ്റുകൾ വരെ മെറ്റ ഇത്തരത്തിൽ നീക്കം ചെയ്തിരുന്നു എന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ചാണ് CPM ചാനലുകളിൽ കയറിയിരുന്ന് അടിയന്തരാവസ്ഥയെന്ന് തൊണ്ട പൊട്ടിക്കരഞ്ഞത്. സത്യത്തിൽ കേവലം 10 പോസ്റ്റുകൾ നീക്കം ചെയ്ത് മാധ്യമങ്ങളെ നിശബ്ദരാക്കാമെന്ന് കരുതുന്നത്ര വിവരമില്ലാത്തവനല്ല താനെന്ന് മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞപ്പോൾ തന്നെ CPM നേതാക്കൾക്ക് മറുപടിയില്ലാതായിരുന്നു. ജനം വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറ്റിയ ഒരു ഭരണകൂടത്തെ തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും പുകമറകൾ സൃഷ്ടിച്ച് മോശമാക്കാമെന്ന് കരുതുന്ന CPMന്റെ നിരാശയിലാണ് ഇവിടെ പരിഹാസം തോന്നുന്നത്. ഭരണവും ജനപിന്തുണയും നഷ്ടപ്പെട്ടിട്ടും തിരുത്താൻ തയ്യാറാകാതെ ടെക്നോളജിയുടെയും സാങ്കേതിക പാളിച്ചകളെ പോലും സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയ CPM നേതാക്കൾക്ക് സൈബർ പോലീസിന്റെ ഈ ശക്തമായ ഇടപെടൽ മുഖത്തേറ്റ തിരിച്ചടിയാണ്. ജനങ്ങൾ തള്ളിക്കളഞ്ഞ പാർട്ടി ഇനിയെങ്കിലും ഈ സില്ലി നാടകങ്ങൾ നിർത്തി പ്രതിപക്ഷത്തിരിക്കാൻ പഠിക്കണമെന്ന് തന്നെയാണ് പൊതുസമൂഹം വ്യക്തമാക്കുന്നത്.